السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനോട് വളരെയധികം കൃപയുള്ളവരായിരുന്നു, കാരുണ്യമുള്ളവരായിരുന്നു. അവരൊരിക്കലും പ്രയാസപ്പെടരുത്, അവരൊരിക്കലും സങ്കടപ്പെടരുത്, അവർ എല്ലാ മേഖലകളിലും വിജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനോട് പല നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതായി കാണാം. പ്രത്യേകിച്ച് ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ അവർ പ്രയാസപ്പെടാൻ പാടില്ല. അതിൽ തന്നെ നിസ്കാരം അത് വളരെയധികം ലഘൂകരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം. കാരണം ദീർഘമായ നിസ്കാരങ്ങൾ നിർവഹിക്കുക വഴി, വലിയ വലിയ സൂറത്തുകളൊക്കെ ഓതി നിസ്കരിക്കുക വഴി അത് പിന്നിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങൾക്ക് അത് പ്രയാസങ്ങൾ നേരിടാൻ വളരെയധികം സാധ്യതകളുണ്ട്. കാരണം പലപ്പോഴും പലരും പല ജോലിയും കഴിഞ്ഞുകൊണ്ടായിരിക്കാം മഗ്രിബ്, ഇശാ തുടങ്ങിയ ജമാഅത്തുകൾക്കൊക്കെ പള്ളിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ആ ആഗ്രഹത്തിന് ഒരിക്കലും വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിൽ വലിയ സൂറത്തുകൾ ഓതി അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊക്കെ സൂറത്തുകളാണ് ഈ പറയപ്പെട്ട നിസ്കാരങ്ങളിൽ പാരായണം ചെയ്യേണ്ടത് എന്ന് അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇശാ നിസ്കാരത്തിന് മഅ്മൂമായി നിസ്കരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഇമാമായി നിസ്കരിക്കുമായിരുന്നു. ഇവിടെ ഒരു മസ്അല നമുക്ക് പഠിക്കാനുണ്ട്. അഥവാ ഫർള് നിസ്കാരം 2 പ്രാവശ്യം നിസ്കരിക്കാൻ പറ്റുമോ എന്നൊരു മസ്അല ഇവിടെ നമുക്ക് പഠിക്കാം. മഹാന്മാരാകുന്ന ഫുഖഹാ ഷാഫിഈ മദ്ഹബിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം. ഏത് നിസ്കാരമാണെങ്കിലും ഫർള് നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിച്ച് ആ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ നിർവഹിച്ച ആൾക്ക് ആ നിസ്കാരം വീണ്ടും ജമാഅത്തായി മടക്കുന്നതിന് വിരോധമില്ല എന്ന് ഇത്തരം ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കി രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. ഇരിക്കട്ടെ, മഹാനവറുകൾ അങ്ങനെ സ്വന്തം സമുദായത്തിന് തൻ്റെ നാട്ടുകാർക്ക് ഇമാമായി നിസ്കരിച്ചപ്പോൾ ഇശാ നിസ്കാരത്തിന് സൂറത്തുൽ ബഖറ ഓതി, വലിയ സൂറത്ത് ഓതി നിസ്കരിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ, അദ്ദേഹം കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളാണ്. രാവിലെ തൻ്റെ കൃഷിയിടത്തിലേക്കും മറ്റുമൊക്കെ പോയി വെള്ളം നനക്കാനും മറ്റുമൊക്കെയായി അദ്ദേഹം ജോലി ചെയ്ത് ആ ക്ഷീണത്തോടു കൂടിയാണ് വൈകുന്നേരം ജമാഅത്ത് അനുസ്കരിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വന്നു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹത്തിനത് പ്രയാസമായപ്പോൾ ആ ജമാഅത്തിൽ നിന്നും അദ്ദേഹം ഒഴിവായി ഒറ്റയ്ക്ക് ചെറിയ രൂപത്തിൽ നിസ്കാരം നിർവഹിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. ഈ ഒരു വിവരം ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞപ്പോൾ മഹാനവർക്ക് പറഞ്ഞു, അദ്ദേഹം മുനാഫിഖാണ് എന്ന രൂപത്തിൽ സംസാരിച്ചു. ഈ മുനാഫിഖാണെന്ന് പറഞ്ഞ വിവരം ഈ സാധാരണക്കാരൻ ഇദ്ദേഹം അത് അറിഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി സങ്കടം പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അഫത്താനുൻ അൻത, നിങ്ങൾ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങളായി നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിച്ച് അവരെ വിഷമിപ്പിക്കുകയാണോ, പ്രയാസപ്പെടുത്തുകയാണോ എന്ന രൂപത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഓതേണ്ട സൂറത്ത്, നിങ്ങൾ ഇശാ നിസ്കാരത്തിൽ ഇമാമായി നിൽക്കുമ്പോൾ നിങ്ങൾ പാരായണം ചെയ്യേണ്ട സൂറത്ത് ഏതാണ്? ഇദാ അമംതന്നാസ ഫഖറ ബിശ്ശംസി വദുഹാഹാ വസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ വശംസു വദുഹാഹാ, അതുപോലെ തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് വല്ലൈലി ഇദാ യഗ്ഷാ തുടങ്ങിയ സൂറത്തുകളായി നിങ്ങൾ പാരായണം ചെയ്യണം. ഒരിക്കലും വലിയ സൂറത്തുകൾ ഓതി അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് നിസ്കാരമാണെങ്കിലും മറ്റേത് ഇബാദത്താണെങ്കിലും ഒരിക്കലും നമ്മളെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലാവാൻ പാടില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ നാളെ അത് മടുപ്പ് വരുന്ന രൂപത്തിൽ, നാളെ അതിലേക്ക് വെറുപ്പ് വരുന്ന രൂപത്തിലുള്ള അമലുകൾ ചെയ്തുകൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ചെയ്യുന്ന അമലുകൾ കുറവാണെങ്കിൽ നിത്യമായി ചെയ്യാനുള്ളൊരു
രൂപത്തിലായിരിക്കണം നാം ഇബാദത്തുകൾ ചെയ്യേണ്ടതെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അർഹമുർ-റഹീമായ റബ്ബ് അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ അമലുകൾ ഇഖ്ലാസോടെ തഖ്വയോടെ ഖുശൂഅോടെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.